കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ സംഘടിപ്പിച്ച മുഹബത്തെ റസൂൽ 2024 സമ്മേളനവും സിൽവർ ജൂബിലി സമാപന സമ്മേളനവും അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. ആദ്യ ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൈത്രിയുടെ മഹൽ സ്വരൂപം എന്ന പ്രമേയത്തിൽ നടന്ന മുഹബത്തെ റസൂൽ നബിദിന സമ്മേളനം SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുണ്യനബിയുടെ ജീവിതവും പ്രവർത്തനവും സമൂഹത്തിന് വരച്ചു കാണിക്കാനും ആ മഹിതപാത പിൻപറ്റേണ്ടവരാണ് വിശ്വാസികളെന്ന ബോധം ഉണ്ടാക്കിയെടുക്കാനും മീലാദ് പ്രോഗ്രാമുകളിലൂടെ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ശക്തി പകരാനും ഈ പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോഴും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ വ്യതിചലിക്കാതെ ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ. നമുക്കറിയാം, പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ നിരവധി പ്രയാസങ്ങൾ നാം അനുഭവിക്കപ്പെടാറുണ്ട്. പുണ്യനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ തിരുചര്യകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വിശ്വാസി സമൂഹം തയ്യാറാവണമെന്നും സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനത്തിനെ ആര് ചതമേൽപ്പിക്കുന്നുണ്ടോ അതിന് മറുപടിയായിക്കൊണ്ട് അതിന് പറയാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ് ഞങ്ങളുടെ സർവ്വസമയവും ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞ മഹാനാവുന്ന ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, മുശ്രിക്കീങ്ങൾ എന്നെ ആക്ഷേപിച്ച് പറയുന്നുണ്ട്, അതിന് ഹസ്സാൻ ഇനി മറുപടി പറയുന്നു. അത് പറഞ്ഞ ഉടനെ തന്നെ മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൻ്റെ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ജിബ്രീലും മഅക്കും, ഹസ്സാനെ ജിബ്രീലിൻ്റെ കൂടെ ഉണ്ടാവും. ജിബ്രീൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഹസ്സാനെ നീ പാടുന്ന പാട്ട്, അല്ലെങ്കിൽ എന്നെ ആക്ഷേപിച്ചവർക്ക് നീ മറുപടി പറയുന്നത് എൻ്റെ മദ്ഹായതുകൊണ്ട്, എൻ്റെ മദ്ഹ് ഒരു പ്രധാനപ്പെട്ട ദിക്റായതുകൊണ്ട് നിൻ്റെ കൂടെ ഈ ദിക്ർ ചെല്ലാൻ ജിബ്രീലുണ്ടാവുന്ന. 2025-26 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. സമസ്ത ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ മീലാദ് സന്ദേശം നൽകി. സമസ്ത പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു. അൻവർ മുഹിയുദ്ദീൻ ഉദവി പ്രമേയ പ്രഭാഷണവും നിർവഹിച്ചു. ഇസ്ലാമിക് കൗൺസിൽ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ആബിദ് ഫൈസി നെല്ലായ സ്വാഗതവും മുഹമ്മദ് പുതുപ്പറമ്പ് നന്ദിയും അർപ്പിച്ചു. രണ്ടാം ദിവസം ബുർദു മജ്ലിസിന്റെയും മെഗാ മൗലിദ് സദസ്സിന്റെയും ശേഷം സിൽവർ ജൂബിലി സമാപന സമ്മേളനം നടന്നു. പ്രവാസത്തിലും പ്രഭ പരത്തിയ കാൽനൂറ്റാണ്ടെന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 25 മാസമായി നടന്നുവരുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ തത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. മലയാളി മുസ്ലിങ്ങൾ ഉള്ളയിടങ്ങളിലൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിന്റെ ഭാഗമാണ് കുവൈത്തിൽ 25 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ. സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇസ്ലാമിക് കൗൺസിൽ എന്നും മുൻപന്തിയിൽ ഉണ്ടാകാറുണ്ടെന്നും ജിഫ്രി തങ്ങൾ സൂചിപ്പിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ SNEC വിദ്യാർത്ഥിനികൾക്കായി ഇസ്ലാമിക് കൗൺസിൽ നടപ്പിലാക്കുന്ന തുറയ്യ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനം സമസ്ത ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ നിർവഹിച്ചു. സംഘടനയുടെ നാൾവഴികളും സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 25 പദ്ധതികളും വ്യക്തമാക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. സമ്മേളനോപഹാരമായ അൽ മഹബ്ബ 2024 സുവനീറിന്റെ സിൽവർ ജൂബിലി സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം എനർജി IT സൊല്യൂഷൻ മാനേജിംഗ് പാർട്ണർ അബ്ദുൽ ഖാദർ നൽകി സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സമസ്തയുടെ വിവിധ ഘടകങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാക്കളെ അവരുടെ സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും അംഗീകാരമായി സേവനമുദ്ര നൽകി ആദരിക്കുന്നതിന്റെ ഭാഗമായി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനായി സമസ്ത സ്വരൂപിക്കുന്ന ഫണ്ടിലേക്ക് ഇസ്ലാമിക് കൗൺസിൽ വിഹിതം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന കുവൈത്ത് കമ്മിറ്റി സമാഹരിച്ച ഫണ്ട് 6 ലക്ഷം രൂപ പ്രസിഡന്റ് ഷംസുദ്ദീൻ ഫൈസി ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ടി ഉസ്താദിനെയും ഏൽപ്പിച്ചു. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സുലൈമാൻ ജാബിർ അൽ സൗദി, ഷെയ്ഖ് ഹസൻ ബാദുഷ, മുഹമ്മദ് ഹാരിസ്, റഫീഖ് മുറിച്ചാണ്ടി എന്നിവർക്ക് സംഘടനയുടെ ഉപഹാരങ്ങൾ കൈമാറി. KMCC പ്രസിഡന്റ് സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ, KKMA പ്രസിഡന്റ് K ബഷീർ,
MDX പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി, നിസാർ അലങ്കാർ, ഷറഫുദ്ദീൻ കണ്ണോത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഇസ്ലാമിക് കൗൺസിൽ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി അടയാറ്റൂർ സ്വാഗതവും ട്രഷറർ ES അബ്ദുറഹിമാൻ ഹാജി നന്ദിയും പറഞ്ഞു. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മജ്ലിസുൽ അഅല അംഗങ്ങൾ, മേഖലാ നേതാക്കൾ, വിംഗ് കൺവീനർമാർ തുടങ്ങിയവർ പരിപാടികൾ ഏകോപിപ്പിച്ചു.